കുട്ടിയുടെ പിതാവ് അനസ് നൈന വിളിച്ചിരുന്നു. അരമണിക്കൂർ ആ സാധു മനുഷ്യനോട് എന്നോട് സംസാരിച്ചു. ആ പിതാവിനെയും കുടുംബത്തെയും പറ്റി ഒട്ടനവധി തെറ്റിദ്ധാരണകളും നുണപ്രചരണങ്ങളും പ്രചരിപ്പിക്കുന്ന സാഹചര്യത്തിൽ കാര്യങ്ങളുടെ നിജസ്ഥിതി കൂടുതൽ അറിയാനാണ് ഞാൻ വിളിച്ചത്. ഞാൻ ചോദിച്ച ചോദ്യങ്ങളും അതിനുള്ള ആ പിതാവ് നൽകിയ ഉത്തരങ്ങളും ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. ചോദ്യം നമ്പർ 1, താങ്കളുടെ കുടുംബ പശ്ചാത്തലം ആദ്യം ഒന്ന് പരിചയപ്പെടുത്താമോ? അപ്പോൾ മറുപടിയായിട്ട് ആ പിതാവ് പറഞ്ഞത്, എൻ്റെ പേര് അനസ്, എറണാകുളം ജില്ലയിൽ താമസം, ഭാര്യയും 5 മക്കളും പ്രായമായ മാതാപിതാക്കളും അടങ്ങുന്ന കുടുംബം. 4 പേർ പെൺകുട്ടികളാണ്. അതിൽ ഒരാൾ റഷ്യയിൽ പഠിക്കുന്നു, മറ്റൊരാൾ ലണ്ടനിൽ. ഇളയ കുട്ടികളിൽ ഒരാളാണ് സെന്റ് റീത്താസിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൾ. താങ്കളുടെ തൊഴിൽ എന്താണ് എന്നുള്ള ചോദ്യത്തിന് വാടകയ്ക്ക് ബോട്ട് ഓടിക്കുകയാണ്, ചെറിയ ഒരു ചെരിപ്പ് കട സ്വന്തമായിട്ടുണ്ട് എന്നുള്ളതുമാണ് ഉത്തരം. മകളെ സ്കൂളിൽ ചേർക്കുന്നതിന് മുൻപ് ഹിജാബ് ധരിക്കാൻ പാടില്ല എന്ന നിബന്ധന സ്കൂളിൽ അധികൃതർ അറിയിച്ചിരുന്നില്ലേ? ഫോമിൽ താങ്കൾ ഒപ്പിട്ടിരുന്നു എന്നാണ് സ്കൂളിന്റെ വാദം. ഇല്ല, അങ്ങനെ ഒരു നിബന്ധന സ്കൂൾ അറിയിച്ചിട്ടില്ല. ഞാൻ എവിടെയും ഒപ്പും ഇട്ടിട്ടില്ല. സ്കൂൾ അധികൃതർ കാണിച്ച പേപ്പറിൽ എൻ്റെ ഒപ്പുമില്ല. ചോദ്യം, സ്കൂൾ ആരംഭിച്ച അന്ന് മുതൽ 4 മാസത്തോളം കുട്ടി ഹിജാബ് ധരിക്കാതെയാണ് സ്കൂളിൽ പോയത്. ഇപ്പോൾ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കാനുള്ള ശ്രമമാണ് എന്നാണ് പ്രചരിക്കുന്ന വാദം. മറുപടി, തെറ്റായ കാര്യമാണത്. സ്കൂളിൽ ഹിജാബ് ധരിച്ചാണ് മകൾ പോയിരുന്നത്. എന്നാൽ ക്ലാസ്സിൽ ഹിജാബ് ധരിക്കാൻ അനുവാദമില്ലാതിരുന്നതിനാൽ മകൾ ഹിജാബ് അഴിച്ചു വെച്ചാണ് ക്ലാസ്സിൽ ഇരുന്നത്. അതിൽ മാനസിക പ്രയാസം മകൾക്കുണ്ടായിരുന്നു. പിന്നെ എങ്ങനെയാണ് ഈ പ്രശ്നങ്ങൾ ആരംഭിച്ചത് എന്നുള്ള ചോദ്യത്തിന് നൽകിയ മറുപടി വളരെ വ്യക്തമാണ്. ഈ മാസം ആദ്യം സ്കൂളിൽ നടന്ന ഒരു പൊതുപരിപാടിയിൽ ക്ലാസ് ടൈം അല്ലല്ലോ എന്ന ധാരണയിൽ മകൾ ഹിജാബ് ഇട്ടുകൊണ്ട് പങ്കെടുത്തു. ഇതേ തുടർന്ന് സ്കൂളിലെ അധ്യാപകർ ക്ലാസ് ഇല്ലാത്ത അവസരത്തിലായിട്ടും കുട്ടിയെ ഹിജാബിന്റെ പേരിൽ മറ്റു കുട്ടികളുടെ മുൻപിൽ വെച്ച് പരസ്യമായി ശാസിക്കുകയും ഹിജാബ് അഴിപ്പിക്കുകയും ചെയ്തു. വളരെയധികം മാനസിക പ്രയാസം ഉണ്ടാവുന്ന തരത്തിലാണ് അധ്യാപകരും പ്രിൻസിപ്പളും കുട്ടിയോട് പെരുമാറിയത്. ഇക്കാര്യം അന്വേഷിക്കാനായി ഞാൻ സ്കൂളിൽ എത്തിയപ്പോൾ അധ്യാപകരും പ്രിൻസിപ്പളും എന്നോട് വളരെ മോശമായാണ് പെരുമാറിയത്. കുട്ടിയെ മാനസിക സമ്മർദ്ദം ചെലുത്തിയ കാരണത്താൽ പോലീസിൽ പരാതി പറയുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അക്കാര്യത്തിൽ ഭയമില്ല, നിങ്ങൾ പരാതി കൊടുത്തോളൂ എന്നായിരുന്നു അവരുടെ മറുപടി. അതെന്നെ വളരെ പ്രയാസത്തിൽ ആക്കി. PTA പ്രസിഡന്റ് എന്ന് അവകാശപ്പെടുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് കൂടിയാണ്. അദ്ദേഹം വളരെ മോശമായാണ് ഞങ്ങളോട് സംസാരിച്ചത്. ഈ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം ഒരു സഭയുടെ യൂട്യൂബ് ചാനലിൽ പോയി സമൂഹത്തിൽ വർഗീയത പ്രചരിപ്പിക്കുന്ന തരത്തിൽ അഭിമുഖം പോലും നൽകി. ആ സമയം ഇതൊരു പ്രശ്നമായിട്ടുണ്ടായിരുന്നില്ല. PTA പ്രസിഡന്റ് ഇടപെടൽ ആണ് കാര്യങ്ങൾ വഷളയാക്കിയത്. നിങ്ങൾ ഈ പോയിന്റ് നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ PTA പ്രസിഡന്റിന്റെ ഇടപെടലുകൾ അത് വളരെ വലിയ ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുകയാണ്. അടുത്ത ചോദ്യം, താങ്കളോടൊപ്പം ഒരു SDPI നേതാവ് ഉണ്ടായിരുന്നു എന്നാണ് ആരോപണം. അതിന്റെ യാഥാർത്ഥ്യം എന്താണ്? എനിക്ക് അദ്ദേഹത്തെ അറിയുക പോലുമില്ല. സ്കൂൾ പരിസരത്ത് റോഡ് പണി നടക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഞാൻ വിളിച്ചിട്ടോ എൻ്റെ ഒപ്പമോ വന്ന ആളല്ല. ഈ പ്രശ്നങ്ങൾ അറിഞ്ഞു വന്ന ആളാണ്. എനിക്ക് അദ്ദേഹവുമായി ഒരു ബന്ധവുമില്ല. ഇതൊരു ക്രമസമാധാന പ്രശ്നമായി ശേഷം സ്കൂൾ അടച്ചിടുകയാണ് ഉണ്ടായത്. സ്കൂൾ മുന്നോട്ട് വെച്ച വാദം എന്തായിരുന്നു? അവരുടെ ന്യായം എന്തായിരുന്നു? ഇതേ ക്രമസമാധാന പ്രശ്നത്തിന്റെ ന്യായം തന്നെയാണ് സ്കൂൾ പറഞ്ഞത്. പ്രശ്നത്തെ വഷളാക്കുവാനുള്ള ശ്രമം സ്കൂളിന്റെ ഭാഗത്ത് നിന്ന് ആദ്യമേ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞല്ലോ, ഹിജാബ് അനുവദിക്കില്ല എന്ന വാദത്തിൽ അവർ ഉറച്ചു നിന്നു. ഞാൻ മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും മറ്റ് സർക്കാർ സംവിധാനങ്ങൾക്കും പരാതി നൽകി. കാരണം എനിക്ക് ഒപ്പം നിൽക്കാൻ അപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം താങ്കളെ കാണാൻ വന്നിരുന്നോ? DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്, MP ഹൈബീഡൻ എന്നിവരുടെ നിലപാട് എന്തായിരുന്നു? കോൺഗ്രസ് നേതാക്കൾ സമവായത്തിനാണ് ശ്രമിച്ചത്. അവർക്കിതൊരു മുസ്ലിം ക്രിസ്ത്യൻ പ്രശ്നമാവാൻ ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. കോടതി വിധി വരുന്നതുവരെ തൽക്കാലം വീട്ടിൽ നിന്ന് തട്ടമിട്ടു സ്കൂളിൽ പോയ ശേഷം പിന്നീട് മറ്റൊരു സ്കൂളിലേക്ക് മാറാൻ അവർ ആവശ്യപ്പെട്ടു. അതുവരെ സ്കൂളിൽ നിന്ന് മാറരുത് എന്നവർ ആവശ്യപ്പെട്ടു. MLA K ബാബുവും മറ്റും ഇതേ കാര്യം ആവശ്യപ്പെട്ടു. ചർച്ച എന്ന പേരിൽ എന്നെ സ്കൂളിൽ വിളിച്ചു വരുത്തിയെങ്കിലും സ്കൂൾ അധികൃതർ പങ്കെടുത്തില്ല. അവർ കോടതിയിൽ പോയിരുന്നു. അപ്പോഴേക്കും വിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ട് വന്നു. അടുത്ത ചോദ്യം, വിദ്യാഭ്യാസ ഡയറക്ടറുടെ ചോദ്യം വന്ന ശേഷം എന്തായിരുന്നു സ്കൂളിന്റെ നിലപാട്? അവർ അംഗീകരിച്ചില്ല. അവർ വീണ്ടും കോടതിയിൽ പോയി. സ്കൂളിന്റെ അഭിഭാഷകയായ സ്ത്രീയെ പരിചയമുണ്ടോ? ഇല്ല. പ്രതിപക്ഷ നേതാവ് VD സതീശൻ സാറിന്റെ സോഷ്യൽ മീഡിയ മാനേജർ ആണെന്നും
സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് പിന്തുണ ലഭിച്ചു. ഉത്തരം ലഭിച്ചു. സത്യത്തിൽ സർക്കാർ മാത്രമാണ് ഞങ്ങൾക്കിപ്പം നിന്നത്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഓഫീസിൽ നിന്ന് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം എന്നെ വിളിച്ചിരുന്നു. കുട്ടിക്ക് കേരളത്തിൽ ഏത് സ്കൂളിൽ വേണമെങ്കിലും പ്രത്യേക ഓർഡർ ഇറക്കി അഡ്മിഷൻ വാങ്ങി നൽകാമെന്നും കുട്ടിക്ക് ആവശ്യമായ കൗൺസിലിംഗ്, നിയമസഹായം, എന്തെങ്കിലും മാനസിക പ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ സ്കൂളിനെതിരെ നടപടിയെടുക്കാമെന്നും അദ്ദേഹം അറിയിച്ചു. ശിശുക്ഷേമ വകുപ്പിൽ നിന്ന് അഡ്വക്കേറ്റ് KS അരുൺകുമാർ വീട്ടിൽ വന്നിരുന്നു. LDF കൗൺസിലർ വന്നിരുന്നു. സർക്കാർ ഇടപെടലിൽ തൃപ്തരാണ്. ചോദ്യം: TC വാങ്ങിപ്പോകുന്ന കാര്യം ചാനലുകൾ അറിയിച്ചപ്പോൾ താങ്കളുടെ കൂടെ നിന്ന അഭിഭാഷകൻ അമീൻ ഹസനെ എങ്ങനെയാണ് പരിചയം? അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകനാണെന്നും അവരുടെ ഗൂഢാലോചന ആണ് ഈ കേസെന്നും ചില കമന്റുകൾ കണ്ടിരുന്നു. അതിനുള്ള ഉത്തരം: അമീൻ ഹസനെ എനിക്ക് മുൻപ് അറിയില്ല. ഈ വിഷയം ചർച്ചയായ ഒരു ദിവസം മാതൃഭൂമി ചാനലിൽ ഞങ്ങളെ പിന്തുണച്ചുകൊണ്ട് അദ്ദേഹം ചർച്ചയിൽ പങ്കെടുത്തപ്പോഴാണ് ഞാൻ അദ്ദേഹത്തെ ആദ്യമായി കാണുന്നത്. ഞാൻ അങ്ങോട്ട് ബന്ധപ്പെട്ട് നിയമസഹായം ആവശ്യപ്പെട്ടതാണ്. എൻ്റെ മകൾ തട്ടം ഇട്ടു വരുന്നത് കൊണ്ട് മറ്റുള്ള കുട്ടികളിൽ ഭയമുണ്ടാവുന്നു എന്ന് സ്കൂൾ പ്രിൻസിപ്പലിന്റെ പരാമർശം കൂടിയായപ്പോൾ എനിക്ക് സമ്മർദ്ദം താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. ഞാൻ കുടുംബവും സമൂഹത്തിൽ ഒറ്റപ്പെട്ടവരെ പോലെയായി. മകൾക്ക് സ്കൂളിൽ നിന്ന് ഏത് വിധേനയും TC വാങ്ങി പോയാൽ മതി എന്നായി. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ബന്ധപ്പെട്ടത്. ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും അനുഭാവിയോ പ്രവർത്തകനോ അല്ല. ചോദ്യം: ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ താങ്കളെ ഇതുവരെ ബന്ധപ്പെടുകയോ പിന്തുണയ്ക്കുകയോ ചെയ്തിട്ടുണ്ടോ? LDF, UDF, മുസ്ലിം ലീഗ്, ജമാഅത്തെ ഇസ്ലാമി, SDPI, മറ്റേതെങ്കിലും സംഘടനകൾ? ഇല്ല. എന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയും ബന്ധപ്പെടുകയോ ഏതെങ്കിലും തരത്തിലുള്ള സഹായം നൽകാമെന്ന് അറിയിക്കുകയോ ചെയ്തിട്ടില്ല. എനിക്ക് ന്യായമായതും നീതിയുക്തമായതുമായ സഹായമേ ആവശ്യമുള്ളൂ. മറ്റൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇത് ഈ കുട്ടിയുടെ ഈ സെന്റ് റീതാസ് സ്കൂൾ, പബ്ലിക് സ്കൂളിലെ ആ ഹിജാബ് വിഷയവുമായി ബന്ധപ്പെട്ട ആ കുട്ടിയുടെ പിതാവുമായി സംസാരിച്ചതിൻ്റെ ഒരു ആകത്തുകയാണ് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. ഈ സെന്റ് റീതാസ് സ്കൂള്, അവിടുത്തെ മാനേജ്മെന്റ്, എസ്പെഷ്യലി PTA പ്രസിഡന്റും അതുപോലെ ആ സ്കൂളിനും ചില ലക്ഷ്യങ്ങൾ അവർക്ക് മുൻപ് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മുടെ മുന്നിൽ വളരെ പച്ചവെള്ളം പോലെ, പകൽ വെളിച്ചം പോലെ, തുറന്നു വെച്ച പുസ്തകം പോലെ വ്യക്തമായ കാര്യങ്ങളാണ്. കാരണം ഈ സ്കൂളിൽ നിർബന്ധിച്ച് കുരിശു വരപ്പിക്കുക, അങ്ങനെയുള്ള ചില ക്രൈസ്തവ മത വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ചില ആചാരങ്ങളും ചില പ്രക്രിയകളും അവിടെയുള്ള മറ്റു മതസ്ഥരെ കൊണ്ടും ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്തതുമായി ബന്ധപ്പെട്ട പല പരാതികളും മുൻപും ഉയർന്നു വന്നിട്ടുള്ളതാണ്. ഈ സ്കൂളിന്റെ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതിൽ ഈ കുട്ടിയുടെ പിതാവ് ഒപ്പിട്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷെ ഒപ്പിട്ട ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസിന്റെ ഒരു പേപ്പറും ഇന്ന് വരെ പുറത്തു വന്നിട്ടുമില്ല. അത് തന്നെയാണ് ആ കുട്ടിയുടെ പിതാവും പറഞ്ഞത്. ഞാൻ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസിലും ഒപ്പിട്ടിട്ടില്ല എന്ന് മാത്രമല്ല, അവർ കാണിച്ച പേപ്പറിൽ പോലും എൻ്റെ ഒപ്പ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അത് തന്നെയാണ് വളരെ കൃത്യമായ കാര്യങ്ങളും. പിന്നെ ഈ കുട്ടിയുടെ ഈ പറയുന്ന സെന്റ് റീതാസ് സ്കൂളിൽ ഏതെങ്കിലും തരത്തിൽ അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഈ പറയുന്ന ഹിജാബ് അനുവദിക്കില്ല എന്നോ മറ്റുള്ളതോ ആയ ബന്ധപ്പെട്ട വിഷയമുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ അവർ പറഞ്ഞിട്ടില്ല. പക്ഷെ യൂണിഫോം ധരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. യൂണിഫോം ധരിക്കണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഈ കേരളത്തിലെ എല്ലാ സ്കൂളുകളും നിങ്ങളൊന്നെടുത്ത് പരിശോധിക്കുക. ആ സ്കൂളുകളിൽ എവിടെയും യൂണിഫോമിന്റെ കൂടെ ഇത്തരത്തിൽ ഹിജാബ് ധരിക്കുന്നതിന് യാതൊരുവിധ വിലക്കുമില്ല. അങ്ങനെയാണ് നമ്മുടെ മക്കളൊക്കെ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്നതും. മനസ്സിലായില്ലേ? അത് എവിടെയെങ്കിലും അനുവദിക്കുമെന്നുള്ളത് എടുത്ത് പറയേണ്ട കാര്യമില്ല. അത് അനുവദിക്കുന്ന സ്കൂളുകളാണ്, അല്ലെങ്കിൽ ഒരു സാമൂഹിക അന്തരീക്ഷമാണ്. അങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ വഴക്കങ്ങളും കീഴ്വഴക്കങ്ങളും ഉള്ളത്. പിന്നെ ഇത് അനുവദിക്കില്ലെങ്കിൽ അത് പ്രത്യേകം എടുത്ത് പറയേണ്ടതുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഈ സ്കൂളിന്റെ ഈ പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ എവിടെയും എടുത്ത് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇവരുടെ ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ ആദ്യത്തെ റൂൾസിൽ പറയുന്ന കാര്യം എന്ന് പറയുന്നത്, അത് നമ്മളെല്ലാവരും വളരെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒന്നാമത്തെ റൂൾസിൽ പറയുന്ന കാര്യം, അഡ്മിഷൻ ഈസ് ഇൻക്ലൂസീവ്, വെൽക്കമിങ് ഇൻഡിവിജ്വൽസ് വിത്തൗട്ട് എനി ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ റിലീജിയൻ, റേസ്, കാസ്റ്റ് ആൻഡ് ക്രീഡ്. ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ലാതെ ഇൻക്ലൂസീവ് ആയിക്കൊണ്ട് എല്ലാവരെയും അഡ്മിറ്റ് ചെയ്യും, എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്നുള്ളതാണ് ആദ്യത്തെ.
ആദ്യത്തെ റൂൾസിൽ തന്നെ പറയുന്നു ഞങ്ങൾ ഇൻക്ലൂസീവ് ആണ് എന്ന് പറയുമ്പോൾ ഈ ഇൻക്ലൂസീവ് എന്ന് പറഞ്ഞതുകൊണ്ട് ഇവരെന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളതാണ്. ആ വാക്കിന്റെ അർത്ഥം പോലും ഇവർ മനസ്സിലാക്കാതെയല്ലേ ഈ സ്കൂൾ മാനേജ്മെന്റും ഈ പറയുന്ന പ്രിൻസിപ്പളും പ്രവർത്തിച്ചത് എന്നത് കാര്യം വളരെ വ്യക്തമല്ലേ. ഇവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് എതിരായിട്ട് പ്രവർത്തിച്ചവർ ഈ സ്കൂൾ അധികൃതരാണ്. ഇൻക്ലൂസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എല്ലാവരെയും ഉൾക്കൊള്ളും, ഇവിടെ ഒരു ഡിസ്ക്രിമിനേഷനും ഉണ്ടാവില്ല എന്ന് വാഗ്ദാനം ചെയ്യുന്നവർ ഡിസ്ക്രിമിനേഷൻ നടത്തിയെന്നല്ലേ. ഇൻക്ലൂസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉൾക്കൊള്ളും എന്ന് പറയുമ്പോൾ ഇവർ ഉൾക്കൊണ്ടില്ലല്ലോ ആ കുട്ടിയുടെ വിശ്വാസത്തെ, ആ കുട്ടിയുടെ മൗലികമായ അവകാശത്തെയല്ലേ ഈ സ്കൂൾ മാനേജ്മെന്റും ചോദ്യം ചെയ്തത്. എന്നിട്ട് ഈ പറയുന്ന ന്യായീകരണ തൊഴിലാളികൾ അവിടെയും ഇവിടെയും ഒക്കെ വന്നുകൊണ്ട് ചിലക്കുന്നത് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവാത്തത്, ചില ആ കഥയറിയാതെ ആട്ടം തുള്ളുന്ന ചില പാതിരിമാർ പോലും ന്യായീകരിക്കുകയാണ്. ലോഹയിട്ടുകൊണ്ട് വന്നിരുന്ന് ന്യായീകരിക്കുകയാണ്. ന്യായീകരിക്കുന്നവർക്ക് പറയാനുള്ള ആകെ ഒരു കാര്യം എന്ന് പറയുന്നത് സ്കൂളിന്റെ ചില നിയമങ്ങളുണ്ട്, യൂണിഫോമിറ്റി ഉണ്ട് എന്നാൽ ആ യൂണിഫോമിറ്റിയിൽ നിങ്ങൾ എഴുതി ഇൻക്ലൂസീവ് ആണ് എന്ന് നിങ്ങൾ ആദ്യം എഴുതി ചേർത്തിട്ടുണ്ടെങ്കിൽ അവിടെ യൂണിഫോം ധരിക്കണമെന്ന് പറയുമ്പോൾ യൂണിഫോം ധരിച്ചു വരുന്ന കുട്ടി ഇത്തരത്തിൽ ഹിജാബ് ഇടാൻ പാടില്ല എന്ന് നിങ്ങൾ എഴുതി വെക്കണമായിരുന്നു. അത് നിങ്ങൾ ചെയ്തിട്ടില്ല. അങ്ങനെ എഴുതി വെക്കാൻ നിങ്ങൾക്ക് ഈ രാജ്യത്ത് യാതൊരുവിധ അവകാശവും ഇല്ല. നിങ്ങൾ എഴുതി വെച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഇനി നിങ്ങൾ അത് എഴുതി വെക്കാൻ ഇറങ്ങി തുനിഞ്ഞു കഴിഞ്ഞാൽ അതിന് ഈ രാജ്യത്ത് നിങ്ങൾക്ക് അവകാശമില്ല. കാരണം അംബേദ്കർ എഴുതി വെച്ചിരിക്കുന്ന ഭരണഘടന അത് വിഭാവനം ചെയ്യുന്ന, അത് അനുവദിച്ചു തരുന്ന അവകാശങ്ങൾക്ക് മേലെയല്ല നിങ്ങളുടെ നിയമങ്ങൾ, നിങ്ങളുടെ ഈ പറയുന്ന യൂണിഫോമിറ്റി. നിങ്ങൾ ഇൻക്ലൂസീവ് ആണ് എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾ ഇൻക്ലൂസീവ് എന്നതിനെ കൊണ്ട് ഉദ്ദേശിച്ചത്? എന്താണ്? നിങ്ങൾ ഒരു തരത്തിലുമുള്ള ഇത് എക്സ്ക്ലൂസീവ് ആയിരുന്നു, ഇത് ഇൻക്ലൂസീവ് അല്ല എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാവണം. നിങ്ങളാണ് ഇത്തരത്തിൽ വിഷവിത്തുകൾ പാകിയത്, നിങ്ങളാണ് സാമൂഹിക അന്തരീക്ഷത്തിൽ ഛിദ്രതയുണ്ടാക്കാൻ ശ്രമിച്ചത്. അത് സ്കൂൾ മാനേജ്മെന്റും ഈ PTA യും ഈ പറയുന്ന പ്രിൻസിപ്പളുമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല.